إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ എന്തുകൊണ്ട് നാം ഖുർആൻ പഠിപ്പിക്കണം? ചിന്തിക്കുക. നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒട്ടനവധി പരാതികൾ അതിലൂടെ ഇല്ലാതെയാകും ഇൻഷാ അല്ലാഹ്. 2, മക്കളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരുപാട് പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെടും. 3, അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് ഉത്കണ്ഠകൾ ഇല്ലാതെയാകും. എങ്ങനെയാണ് പരാതികൾ പരിഹരിക്കപ്പെടുന്നത്? മക്കളെക്കുറിച്ചുള്ള നമ്മുടെ വലിയൊരു പരാതി അവർ വഴിതെറ്റിപ്പോകുന്നു എന്നാണ്. എങ്കിൽ അവർക്ക് മാർഗദർശനം നൽകുന്നത് ഖുർആനാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു സംശയവും വേണ്ട, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാർഗദർശനമാണ് ഖുർആൻ. വ ഇന്നഹു ലഹുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുർആൻ മാർഗദർശനമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് വഴി നടത്തുന്നു. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. എൻ്റെ മാർഗദർശനമായ ഖുർആനിനെ ആരാണോ പിൻപറ്റുന്നത് അവർ വഴിതെറ്റിപ്പോവില്ല. മക്കളെ ഖുർആൻ പഠിപ്പിക്കൂ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കൂ, എങ്കിൽ അവർ വഴിതെറ്റിപ്പോവുകയില്ല. 2ാമത്തെ പരാതി, അവരുടെ സ്വഭാവം പരുക്കനായിരിക്കുന്നു. മാതാപിതാക്കളോട് കാരുണ്യമില്ല, സമൂഹത്തോട് കാരുണ്യമില്ലാത്ത പരുഷമായ സ്വഭാവം. ഖുർആൻ അത് മാറ്റിയെടുക്കും. ഇന്നഹു ലഹുദൻ വറഹ്മ. പരിശുദ്ധ ഖുർആൻ മാർഗദർശനം മാത്രമല്ല, അത് കാരുണ്യവും ആണ്, കാരുണ്യം കൂടിയാണ്. ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് കരുണയില്ലാതിരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. താങ്കൾ ലോകത്തിന് കാരുണ്യമായി കൊണ്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനായിരുന്നു നബിയുടെ സ്വഭാവം. ആ ഖുർആനിൻ്റെ വക്താക്കൾ കാരുണ്യത്തിൻ്റെ ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ മക്കളിൽ കാരുണ്യവും സ്നേഹവും ദയാവായ്പും ഉണ്ടാവണോ? അവർ ഖുർആൻ പഠിക്കട്ടെ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കട്ടെ. മറ്റൊരു പരാതി, കുട്ടികൾക്ക് അടക്കമില്ല, ഒതുക്കമില്ല, ഒരു വഖാറില്ല, ഒരു ബഹുമാനമില്ല, ഒരു ആദരവില്ല എന്നാണല്ലോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു സംഘം ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ അതിൻ്റെ 1ാമത്തെ നേട്ടം ഇല്ലാ നസലത അലൈഹിമുസ് സകീന. ഒരു പ്രത്യേകമായ സക്കീനത്ത്, സമാധാനം, വഖാർ, അത് അവരിലേക്ക് ഇറങ്ങുന്നതാണ്. ഖുർആൻ പഠിക്കുകയും അർത്ഥസഹിതം മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരുതരം പക്വത, പ്രത്യേകമായ പക്വത കാണാൻ കഴിയും. എപ്പോഴും അവർ ശാന്തമായ സ്വഭാവമായിരിക്കും.
അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയം സമാധാനപ്പെടുന്നത്. അടക്കവും ഒതുക്കവും ഉണ്ടാവും ഹൃദയത്തിന്. ഖുർആൻ പഠിക്കട്ടെ മക്കൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കട്ടെ. അവരിൽ നല്ല സ്വഭാവമില്ല, അവർക്ക് സംസ്കാരമില്ല, മോശമായ പെരുമാറ്റമാണ് അവർക്ക് എന്ന പരാതി നിങ്ങൾക്കുണ്ടോ? ഖുർആൻ പഠിപ്പിക്കൂ. കാരണം പരിശുദ്ധ ഖുർആൻ തസ്കിയത്ത് നൽകുന്ന ഗ്രന്ഥമാണ്. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്തത്. ഏറ്റവും വലിയ തസ്കിയത്തിൻ്റെ ആളുകളായി മാറിയത് ഖുർആൻ പഠിച്ചിട്ടാണ്. അതുകൊണ്ട് അവർക്ക് നല്ല സംസ്കാരം ലഭിക്കണമെങ്കിൽ, നല്ല സ്വഭാവം ലഭിക്കണമെങ്കിൽ അവരെ ഖുർആൻ പഠിപ്പിക്കൂ. ഈ നിലക്ക് മക്കളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒട്ടനവധി പരാതികൾ ഇല്ലാതെയാകും. കൃത്യമായി അവരെ ഖുർആൻ പഠിപ്പിക്കുക, അതിൻ്റെ അർത്ഥവും തഫ്സീറും മനസ്സിലാക്കി കൊടുക്കുക. ഇനി മാതാപിതാക്കൾക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർന്ന നിലവാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വലിയ ആളുകളായി തീരണം, അവർക്ക് റിഫാത്ത് ഉണ്ടാകണം, ഉയർച്ചയുണ്ടാകണം. അതിനും പരിശുദ്ധ ഖുർആൻ പഠിക്കലല്ലാതെ വേറെ എന്താണ് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു വിഭാഗം ആളുകൾക്ക് ഉയർച്ച നൽകുന്നു. ഖുർആൻ പഠിക്കുന്നവർക്കാണ് ഉയർച്ച. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാനും ഇൽമും ഉള്ളവരെ അല്ലാഹു പല പദവികൾ ഉയർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. താങ്കൾ ദൗർഭാഗ്യവാനാവാൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. പിന്നെയോ തഫ്സീറിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലാകിൻ ലിതസ്അദ്. താങ്കൾ വിജയിക്കാൻ, ഉന്നത നിലവാരത്തിലെത്താൻ, എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കാനാണ് ഖുർആൻ. ആ ഖുർആനിലൂടെയാണ് എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് ഉയർച്ച ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. ഒരു സമൂഹത്തിന് ഇമാമ നിൽക്കേണ്ടത് ആരാണ്? ഖുർആനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളാണ്. നമസ്കാരത്തിലെ ഇമാമത്ത്, അതാണ് ഏറ്റവും വലിയ സ്ഥാനം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ മദീന പള്ളിയിലെ ഇമാമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന സ്ഥാനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിലക്ക് നമുക്ക് റിഫഅത്താണ് നമ്മൾ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെ ഖുർആൻ പഠിപ്പിക്കൂ, അതിൻ്റെ തഫ്സീർ പഠിപ്പിക്കൂ. ഇനി അതല്ല, നമ്മുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയും വിവേകവും തൻ്റെടവുമുള്ള അറിവുള്ള പണ്ഡിതന്മാരായി മാറണം എന്നാണോ നാം ആഗ്രഹിക്കുന്നത്? എങ്കിൽ അവരെ ഖുർആൻ പഠിപ്പിക്കൂ. എന്താണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്? കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഇന്നും അവശേഷിക്കുന്ന മുഅ്ജിസത്താണ്. ഇന്നും അവശേഷിക്കുന്ന മുഅ്ജിസത്ത് മനുഷ്യരും ജിന്നുകളും മുഴുവനും ഒരുമിച്ച് കൂടിയാലും തത്തുല്യമായ ഒരു അധ്യായമോ ഒരായത്തോ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെയുള്ള വേദഗ്രന്ഥം പഠിക്കുക. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലുള്ള ഗ്രന്ഥമായി അവതരിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി വർദ്ധിക്കും. ലഅല്ലക്കും തഅഖിലൂൻ, ചിന്താശേഷി കൂടും, വിവേകം വർദ്ധിക്കും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല ഹൃദയം താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണോ? ചിന്താ കവാടങ്ങൾ തുറക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ വിവേകമുണ്ടാകും, വിജ്ഞാനമുണ്ടാകും, വിവരമുണ്ടാകും. പഠിക്കുക. അത് ഹിഫ്ളാക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ ഹിഫ്ളാക്കാനും പഠിക്കാനും ഞാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ആരുണ്ട് പഠിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ആരുണ്ട് ഖുർആൻ പഠിക്കാൻ? ഖുർആൻ പഠിക്കൽ എളുപ്പമാണ്, ഹിഫ്ളാക്കൂ. പരിശുദ്ധ ഖുർആനിൽ എല്ലാ ഖൈറുകളുമുണ്ട്. എന്താണ് ഖുർആനിൻ്റെ ഒരു സാഹിത്യ ഭംഗി? സാഹിത്യ തറവാട്ടിലെ വലിയ വലിയ ആളുകൾ പോലും അന്താളിച്ചു നിന്നുപോയില്ലേ ഖുർആനിൻ്റെ അപാരമായ ആ സാഹിത്യ ഭംഗി കണ്ട്? അതിൻ്റെ ഭാഷാശുദ്ധി എന്താണ്? അതിൻ്റെ അക്ഷരശുദ്ധി എന്താണ്?
അതിൻ്റെ പാരായണത്തിൻ്റെ ഭംഗി എന്താണ്? എല്ലാം ജമ ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ചരിത്രം കാണാം, പൂർവികരുടെ ചരിത്രം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽക്കുള്ള ചരിത്ര പഠനത്തിലൂടെയുള്ള വിവേകം, വിജ്ഞാനം വർദ്ധിക്കൽ, സംസ്കാരം, എല്ലാ നിലക്കുമുള്ള മഹനീയമായ സംസ്കാരം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. എല്ലാ അഹ്കാമുകളും വിധിവിലക്കുകളും പരിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാ മര്യാദകളും പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് സയൻസ് കാണാം, ഒട്ടനവധി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ കാണാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജ്ഞാനത്തിൻ്റെ നിറകുടമായി നിൽക്കുന്നു പരിശുദ്ധ ഖുർആൻ. ഏകദേശം 70,000-ത്തിലധികം പദങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. 70,000-ത്തിലധികം വേർഡ്സ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി അതൊക്കെ സാംശീകരിക്കാൻ അവന് സാധിക്കുന്നുള്ളതാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത മുത്തശാബിഹാത്തുകളായ ആയത്തുകളുണ്ട് എന്നാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കലാണ്. ഇന്ന് ആയത്ത് ഈ രൂപത്തിൽ സൂറത്തുൽ ബഖറയിലാണുള്ളത്. എന്നാൽ അതേ ആശയമുള്ള ആയത്ത് സൂറത്തു ആലി ഇംറാനിൽ ഇങ്ങനൊരു വ്യത്യാസം അവിടെ ഉണ്ട്. അതേ ആയത്ത് സൂറത്തുൽ അൻആമിൽ ഇങ്ങനൊരു വ്യത്യാസം അവിടെ ഉണ്ട്. കുട്ടികളുടെ ബുദ്ധിപരമായ കഴിവ് വർദ്ധിക്കും. അങ്ങനെ പരിശുദ്ധ ഖുർആനിലൂടെ ഒട്ടനവധി ഖൈറാത്തുകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറയുന്നു, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. മനുഷ്യരെ, നിങ്ങൾക്കിതാ ഒരു ഗ്രന്ഥം ഞാൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, അതിൽ നിങ്ങളുടെ ദിക്റുണ്ട്. എന്താണ് ആ ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം? ഫീഹി ഷറഫുക്കും, നിങ്ങളുടെ എല്ലാ മഹത്വവും അഭിമാനവും അതിലാണ്, ഈ ഖുർആനിലാണ്. എല്ലാ മഹത്വവും, എല്ലാ ഉയർച്ചയും, എല്ലാ അഭിമാനവും ഖുർആനിലാണ്. എന്നിട്ടും നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അതുകൊണ്ട് ഖുർആൻ പഠിക്കൂ, മക്കളെ ഖുർആൻ പഠിപ്പിക്കൂ, എങ്കിൽ എല്ലാ ഷറഫും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകുന്നു. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളെ സംബന്ധിച്ചുള്ള നമ്മുടെ വളരെ വലിയ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത് അവരുടെ പരലോകം എന്തായിത്തീരും എന്നാണല്ലോ. എങ്കിൽ അവിടെയും മക്കളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അലൈക്കും ബിൽ ഖുർആൻ ഫതഅല്ലമൂ വഅല്ലിമൂഹു അബ്നാഅക്കും. നിങ്ങൾ ഖുർആനിനെ ശ്രദ്ധിക്കൂ, അതിനെ മുറുകെ പിടിക്കൂ, നിങ്ങളത് പഠിക്കുകയും നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കുകയും ചെയ്യൂ. കാരണം ഫഇന്നകും അൻഹു തുസ്അലൂൻ, ഖിയാമത്ത് നാളിൽ ഇതിനെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നതാണ്. കാരണം ഏറ്റവും വലിയ നിഅമത്ത് ഖുർആനാണ്. ഒരു ഉപ്പ ഒരു ഉമ്മ മക്കൾക്ക് നൽകേണ്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവരെ ഖുർആൻ പഠിപ്പിക്കലാണ്. നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ഐസ്ക്രീമോ ചോക്ലേറ്റോ വാച്ചോ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് അവരെ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നിങ്ങളുടെ പരലോകത്തിലുള്ള രക്ഷാശിക്ഷകളെന്ന് മഹാന്മാരായ സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആന വ തഅല്ലമഹു വ അമില ബിഹി യൂളഉ അലാ റഅസിഹി താജും മിനൽ വഖാർ ളൗഉഹു മിസ്ലു ളൗഇ ശംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ യൂളഉ അലാ റഅസിഹി താജുൻ, ഒരു കിരീടം തലയിൽ അണിയിച്ചു കൊടുക്കുന്ന, അതിൻ്റെ പ്രകാശം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിച്ച മക്കളുടെ പരലോകത്തെക്കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ഇനി അവരുടെ കാര്യമോ, മക്കളെ ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയുൽബസു വാലിദാഹു ഹുല്ലതാനി ലാ യഖൂമു ബിഹിമ ദുനിയ, ദുനിയാവിലെ മുഴുവൻ സമ്പത്തും വെച്ചാൽ പോലും പകരം വെക്കാൻ പറ്റാത്ത 2 ആഭരണങ്ങൾ മാതാപിതാക്കളെ അണിയിക്കും.
അത്ഭുതപ്പെട്ടവർ ചോദിക്കും, ബിമ കുസീന ഹാദ, എന്തിനാണ് ഈ ആഭരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്, ഈ ഉടയാടകൾ എന്തിനാണ് നൽകിയത്? ഉത്തരം, ബി അഖ്ദി വലദിക്കുമൽ ഖുർആൻ, മക്കളെ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ടാണ്. മക്കളെ ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് പരലോകത്തെക്കുറിച്ച് ബേജാറ് വേണ്ട, ആ മക്കളെക്കുറിച്ചും ബേജാറ് വേണ്ട. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ കഴിയുള്ളൂ. ഈ രാഷ്ട്രത്തിൻ്റെ പിതാവായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യവും കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിലും വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെപ്പോഴും ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിന് അദ്ദേഹം നൽകിയ ഗംഭീരമായൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഖൽഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. വൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ ആകട്ടെ അള്ളാഹുവിൻ്റെ കലാമുമാണ്. വഇദാ അറദ്നൽ ഖൈറ ഫീ ദീനിനാ വദുനിയാനാ സനജിദുഹു ഫിൽ ഖുർആൻ, ദുനിയാവിൻ്റെ ഒരു ഖൈറാകട്ടെ ദീനിൻ്റെ ഒരു ഖൈറാകട്ടെ അത് ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. രണ്ടുമുണ്ട്, ദുനിയാവിൻ്റെ ഖൈറും ഖുർആനിലുണ്ട്, ആഖിറത്തിലെ ഖൈറും ഖുർആനിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക്, അൽ ഇൻസാനു സുൻഅത്തുല്ലാഹ് വസ്സാനിഉ അഖ്ബറു ബിമാ സനഅ, മനുഷ്യൻ അല്ലാഹുവിൻ്റെ നിർമ്മിതിയാണ്. അൽ ഇൻസാനു സുൻഅത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ നിർമ്മിതിയാണ് മനുഷ്യൻ. ഒരു സാനിഇനാണ്, നിർമ്മാതാവിനാണ് താൻ സൃഷ്ടിച്ചതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. സൃഷ്ടിച്ചവനാണ് സൃഷ്ടികളെക്കുറിച്ച് അറിയുന്നത്, സൃഷ്ടിക്കപ്പെട്ടവർക്കല്ല. പടച്ചറബ്ബാണ് നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മുടെ ഖൈറുകൾ അറിയുന്നത് റബ്ബിനാണ്. ആ ഖൈറ് നൽകാൻ വേണ്ടിയാണ് ഖുർആൻ വന്നിട്ടുള്ളത്, ആ ഖൈറ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. എന്നിരിക്കെ ആ ഖുർആൻ പഠിക്കാതെ, നബിയുടെ സുന്നത്ത് പഠിക്കാതെ എന്ത് ഖൈറ് ഈ ലോകത്തും പരലോകത്തും നേടിയെടുക്കാമെന്നാണ് മനുഷ്യർ വിചാരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കൂ. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധ ഖുർആനാണ് എന്ന് മനസ്സിലാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.